ഭരണത്തിൻ നെറുകയിലായി മുസ്ലിം ലീഗിൻ കേരള യാത്ര നാടെങ്ങും വികസന വിളംബരമായി. മുസ്ലിം ലീഗിൻ കേരള യാത്ര UDF ഭരണത്തിൻ നെറുകയിലായി. വികസന കുതിപ്പിലെ കുമ്മൻചാണ്ടി ഉയർത്തി വിസ്മയ കാഴ്ചകൾ കേരളത്തിൽ നിരത്തി. വികസന കുതിപ്പിലെ കുമ്മൻചാണ്ടി ഉയർത്തി വിസ്മയ കാഴ്ചകൾ കേരളത്തിൽ നിരത്തി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തേജസ്സേറെ വരുത്തി കുറവെല്ലാം നിറവേറ്റി ഭരണത്തിൻ മേന്മ കാട്ടി. UDF ഭരണത്തിൻ നെറുകയിലായി. മുസ്ലിം ലീഗിൻ കേരള യാത്ര നാടെങ്ങും വികസന വിളംബരമായി. മുസ്ലിം ലീഗിൻ കേരള യാത്ര UDF ഭരണത്തിൻ നെറുകയിലായി. മെട്രോ റെയിൽ എന്ന സ്വപ്നം കേരളത്തിൽ വിടർന്ന് മികവോടെ സ്മാർട്ട് സിറ്റി തൂവൽ വീശി പറന്ന്. മെട്രോ റെയിൽ എന്ന സ്വപ്നം കേരളത്തിൽ വിടർന്ന് മികവോടെ സ്മാർട്ട് സിറ്റി തൂവൽ വീശി പറന്ന്. IT ഹബ്ബായി മലനാടും വളർന്ന് അതിനൊത്ത് വ്യവസായ മേഖല നന്നായി ഉണരുന്നു. UDF ഭരണത്തിൻ നെറുകയിലായി. മുസ്ലിം ലീഗിൻ കേരള യാത്ര നാടെങ്ങും വികസന വിളംബരമായി. മുസ്ലിം ലീഗിൻ കേരള യാത്ര UDF ഭരണത്തിൻ നെറുകയിലായി. സാമൂഹ്യ വകുപ്പിലും കുതിപ്പു കണ്ടിവിടെ സാധാരണ വിദ്യാഭ്യാസം വ്യവസായം ഇവിടെ. സാമൂഹ്യ വകുപ്പിലും കുതിപ്പു കണ്ടിവിടെ സാധാരണ വിദ്യാഭ്യാസം വ്യവസായം ഇവിടെ. പൊതുജന സമ്പർക്കത്താൽ ജനഹിതം അറിഞ്ഞേ പുതുപുത്തൻ പദ്ധതിയാൽ നാട്ടിലെങ്ങും നന്മ വിളഞ്ഞേ. UDF ഭരണത്തിൻ നെറുകയിലായി. മുസ്ലിം ലീഗിൻ കേരള യാത്ര നാടെങ്ങും വികസന വിളംബരമായി. മുസ്ലിം ലീഗിൻ കേരള യാത്ര UDF ഭരണത്തിൻ നെറുകയിലായി. ജാതി മതസ്ഥർ സ്വീകരിച്ച് പ്രിയപ്പെട്ട നമ്മുടെ ലീഡർ നവകേരള ശില്പികളിൽ അഗ്രഗണനീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ദേശീയ രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് ഇങ്ങനെ വരികയാണ്.
ഭാരതത്തിന്റെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഈ തിളങ്ങി നിൽക്കുമ്പോ ഈ തിളക്കമാറുന്ന ഈ മഹാജാഥക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ വയനാട് കാർഷിക സംസ്കൃതിയുടെ മണ്ണല്ലേ? നിങ്ങൾ ഈ പാടത്ത്, നിങ്ങൾ ഈ സമ്പൽ സമൃദ്ധമായ ഈ പാടത്ത് ഇവിടെ 2 മൈസൂർ കൊലകൾ പഴുത്ത് തൂങ്ങിയാടുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മൂത്ത് പഴുത്ത് നിൽക്കുമ്പോ കണ്ണേർ തട്ടാതിരിക്കാൻ വൈക്കോല് നിറച്ചിട്ട് ഒരു പേക്കോല ഉണ്ടാക്കി വെക്കൂലേ എന്നതുപോലെ ഈ ജാഥക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ അത് പോട്ടെ. ആ ജാഥ നയിക്കുന്ന പ്രൊഫസർ AP അബ്ദുൽ വഹാബ് സിമിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഇന്നത്തെ NDF-ന്റെ മുഴുവൻ നേതാക്കന്മാരും പഴയ സിമിക്കാരാണ്. NDF-ന്റെ മാസ്റ്റർ ബ്രെയിനായ പ്രൊഫസർ കോയ കലീം എന്ന പേരിൽ അദ്ദേഹം വിവേകത്തിൽ ലേഖനം എഴുതുമായിരുന്നു. EM അബൂബക്കറും അബ്ദുറഹ്മാനും ഇന്നത്തെ NDF-ന്റെ സുപ്രീം കൗൺസിൽ അംഗങ്ങളൊക്കെ അന്നത്തെ സിമിയുടെ സുപ്രീം കൗൺസിൽ അംഗങ്ങളാണ്. കോഴിക്കോട്ടെ ചെറുട്ടി റോഡിലെ സിമിയുടെ ആഫീസാണ് പിന്നെ NDF-ന്റെ ആഫീസായി മാറിയത്. ആ കാലത്ത് സിമിക്കാരൻ മുദ്രാവാക്യം വിളിച്ചു, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. ഡൽഹി ജാമിയ മില്ലിയയുടെ മുന്നിൽ ഒരു 3 പോസ്റ്റർ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ 2 പോസ്റ്റർ, 5 എണ്ണം വരെ പണി കഴിഞ്ഞു. മുറിച്ചു കുത്തിയ 3 സിമിക്കാരെ ഇന്ത്യയിലുള്ളൂ. പക്ഷെ അവർ വിളിച്ച മുദ്രാവാക്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. രാഷ്ട്രപിതാവിനെ കൊന്നതിന്റെ പേരിൽ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ഇന്ത്യ കണ്ട മഹാനായ ഹിന്ദു മഹാത്മജിയെ കൊന്നതിന്റെ പേരിൽ ഇന്ത്യയിലെ സാധാരണ ഹൈന്ദവ മനസ്സുകൾ അകറ്റി നിർത്തിയിരുന്നു RSS-നെ. RSS-കാരനുമായി പരിചയമുണ്ട് എന്ന് പറയാൻ പോലും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് മടിയായിരുന്നു. ആ കാലത്താണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം ഇവർ മുദ്രാവാക്യം ഇരുട്ടി പൊലിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ ഈ രാജ്യത്തിലെ ക്ഷേത്ര നടകളിൽ ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റർ ഒട്ടിച്ചു. നിഷ്കളങ്കരായ, നിഷ്കപടരായ, സാധാരണക്കാരനായ ഹൈന്ദവന്റെ മനസ്സിൽ ഈ ഫാസിസ്റ്റ് ചിന്താഗതി കുത്തിച്ചലിപ്പിക്കുന്നതിന് വേണ്ടി സിമിക്കാരന്റെ, NDF-കാരന്റെ പഴയ പ്രാഗ്രൂപമായ സിമിക്കാരന്റെ അപക്വമായ ആ മുദ്രാവാക്യത്തെ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യയിലെ സംഘപരിവാറിന് കഴിഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയും ഈ രാജ്യത്തിലെ മുസ്ലിം തീവ്രവാദികളും എടുത്ത അപക്വമായ, അബദ്ധജടിലമായ നീക്കമാണ് ഇന്ത്യയിൽ RSS-ന് ഇത്രമേൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കി കൊടുത്തത് എന്നതിലൊരു തർക്കമില്ല. ഇങ്ങനെ അപക്വമായ രാഷ്ട്രീയ നിലപാടുകളുമായി പാർട്ടികളും സംഘടനകളും പെരുമാറിയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിക്കുന്നത്. നിങ്ങൾ നോക്ക്, കേരളത്തിന്റെ നാട്ടിൽ ഈ ഫാസിസ്റ്റുകൾക്ക് വേരോട്ടമില്ലാതിരിക്കാൻ ജാഗ്രതയോടുകൂടി മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നയനിലപാടുകൾ, മുസ്ലിം ലീഗിന്റെ സുതാര്യമായ പ്രവർത്തനമാണ് ഈ രാജ്യത്ത് ഫാസിസ്റ്റുകൾക്ക് വേരോടാൻ കഴിയാതെ പോയത്. ആ മുസ്ലിം ലീഗ് പാർട്ടിയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പറല്ലാത്ത, BJP-യിൽ 4 മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത കുമ്മനം രാജശേഖരനെ BJP-യുടെ അധ്യക്ഷനാക്കി അമിത്ഷാ നിയമിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോ മുസ്ലിം ലീഗ് അതിന്റെ ചരിത്ര ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ജാഥയുമായി വരുന്നത്.